അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയെ നിയന്ത്രിക്കുന്ന അധ്യക്ഷരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്ത് സമാധാനത്തിന്റെ മതം പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണല്ലോ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ലോകത്തെ അന്വേഷകർ തിരിച്ചറിയുമ്പോൾ, ആ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിൽ വിറളിപ്പൂണ്ട് പല കുപ്രചരണങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപമുണ്ട്. ഇസ്ലാം പ്രചാരിച്ചത് വാളുകൊണ്ടാണ്. ഇസ്ലാം മറ്റു മതക്കാരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. ഇതിനായി ഇസ്ലാമിലെ ജിഹാദ് എന്ന വാക്കിനെ തെറ്റായി വ്യാഖ്യാനിക്കാനും അവർ തയ്യാറാകുന്നു. ജിഹാദ് യുദ്ധം മാത്രമാണോ? അല്ലേ അല്ല. സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ മറികടക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് തിരുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി യുദ്ധങ്ങളുടെ കാര്യമെടുക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തിയിട്ടുണ്ട്. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ആയുധമെടുക്കാത്ത ഏത് തത്വശാസ്ത്രമാണ് ലോകത്തുള്ളത്? ഇന്നും നടക്കുന്ന യുദ്ധങ്ങളുടെ വാർത്തകൾ നാം ഓരോ ദിവസവും കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടല്ലോ. യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയുടെ പേര് വംശഹത്യ എന്നല്ലേ? വൃദ്ധരെയും കുട്ടികളെയും രോഗികളെയും പത്രപ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം കൊന്നൊടുക്കുന്ന ഈ യുദ്ധത്തിന് ആ പേര് പോലും യോജിക്കുന്നില്ല. എന്നാലും അത് അവരുടെ മതത്തിന്റെ പേരിലല്ല, അവരുടെ അധികാരത്തിന്റെ പേരിലാണ് ലോകം ചേർക്കുന്നത്. ഇതുമാത്രമോ? ലോക ചരിത്രത്തിലെ മഹത്തായ ഫ്രഞ്ച് വിപ്ലവം എന്ന സോഷ്യലിസ്റ്റ് യുദ്ധത്തിൽ 1 കോടി ജനങ്ങളാണ് മരണത്തിന് കീഴടങ്ങിയത്. സാർ ചക്രവർത്തിമാരുടെ ഭരണം തിരിച്ചു വരുമോ എന്ന ഭയത്താൽ കൊട്ടാരത്തിലെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന നിഷ്കളങ്കരായ കുട്ടികൾ പോലും വെട്ടിനുറുക്കപ്പെട്ടു. ഗ്യാസ് ചേംബറുകളിലും ഇരുട്ടറകളിലും ക്യാമ്പിലും 10,000 കൊല്ലപ്പെട്ട മഹായുദ്ധങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ ഇവിടെയൊന്നും കാണാത്ത നീതിയും നിയമവും പ്രവാചക ചരിത്രത്തിൽ മാത്രം കാണാവുന്ന അത്ഭുതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ആകെ ഷഹീദായ മുസ്ലിങ്ങൾ 255 ഓർക്കണം. ശത്രുക്കളോ 759. ആകെ പിടികൂടിയ തടവുകാർ 6564 പേർ മാത്രം. കുറ്റം തെളിഞ്ഞപ്പോൾ അവരിൽ 2 പേരെ വധിച്ചു. 6347 പേരെയും വിട്ടയച്ചു എന്നുകൂടി നാം അറിയണം. ഇസ്ലാം പ്രചരിച്ചത് അക്രമത്തിന്റെ വാളുകൊണ്ടല്ല, സമാധാനത്തിന്റെ വാളുകൊണ്ടാണ്. സന്ധിക്കും സമാധാന ചർച്ചക്കും ഇസ്ലാം നൽകിയ മുൻഗണന ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഹുദൈബിയ സന്ധി ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലവ് ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നുമൊക്കെ പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ബുദ്ധിയും ചിന്തയും ഉള്ളവർ ഇസ്ലാമിനെ പറ്റി പഠിച്ച് മുസ്ലിമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. യൂറോപ്പിൽ പോലും ഇത് ദൃശ്യമാണ്. വിമർശനങ്ങൾ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കാൻ പ്രേരണയാകട്ടെ. ശാന്തിയുടെ മതമായ ഇസ്ലാമിന്റെ സ്നേഹ കവാടം കടന്നു വരാൻ എല്ലാ അന്വേഷകർക്കും സാധിക്കട്ടെ. നമ്മളും ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.